ഉം. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം അറിയാവുന്ന ഒരാളുണ്ട്. അതെ. അതായത്, നിങ്ങൾ ജനിച്ച അന്നു മുതൽ ഒരു നിമിഷം പോലും കണ്ണു ചിമ്മാതെ നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാൾ. ശരിയാണ്. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതിയ സമയങ്ങളിൽ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും, എടുത്ത ഓരോ തീരുമാനത്തിനും നിശബ്ദനായി സാക്ഷ്യം വഹിച്ച ഒരാൾ. ഉം. അത് മറ്റാരുമല്ല, ഇപ്പോ ഈ നിമിഷവും നിങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈയൊരു ചിന്തയോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ആരംഭിക്കുന്നത്. വളരെ ഗംഭീരമായൊരു തുടക്കം. അതെ, നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വളരെ ചെറിയ, എന്നാൽ എന്താ പറയാ, മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വാചകമാണ്. ഉം. നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ പ്രധാന ഉറവിടം മായുന്ന കാലത്തിന്റെ ഗാംഭീര്യം എന്ന തലക്കെട്ടിലുള്ള ഒരാശയവും അതിലെ വളരെ പ്രശസ്തമായ സൂറ അൽ അസർ 103 അധ്യായം 1 വരിയിലെ ആ ഒറ്റ വാചകവുമാണ്. അതായത് ആ പ്രശസ്തമായ വരി. അതെ, ആ വരി ഇതാണ്: കടന്നുപോകുന്ന കാലത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. നോക്കൂ, കേവലം 14 വാക്കുകൾ മാത്രമുള്ള ഈ വാചകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്ന് കണ്ടെത്താൻ പോകുന്നത്. ആ ഒരു വരി കേൾക്കുമ്പോൾ തന്നെ അതിലൊരു വലിയ ഭാരമുണ്ടല്ലേ? തീർച്ചയായും. നമ്മൾ സാധാരണയായി സമയത്തെ ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത്. അതായത് മീറ്റിംഗുകൾ പ്ലാൻ ചെയ്യാനും കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും. അതെ, അല്ലെങ്കിൽ ഒരു ട്രെയിൻ പിടിക്കാനുമൊക്കെയുള്ള വെറും ഒരു ടൂൾ. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വാച്ചിലെ ആ സൂചികളുടെ ചലനമോ ഫോണിലെ ഡിജിറ്റൽ അക്കങ്ങളോ ആണ് നമുക്ക് സമയം. എന്നാൽ ഈ വരി പറയുന്നത് സമയം എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമല്ല, അതൊരു വലിയ സാക്ഷിയാണെന്നാണ്. മനുഷ്യചരിത്രത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനും സാക്ഷ്യം വഹിക്കുന്ന, ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്തൊരു റെക്കോർഡാണ് സമയം. ഈ വലിയൊരു സൂചനയാണ് ഈ ഒറ്റ വരി നൽകുന്നത്. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ചു വാക്കുകൾക്ക് ഒരു വലിയ ഫിലോസഫി പുസ്തകത്തേക്കാൾ ആഴമുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. നമ്മൾ ഈ മൂലവാചകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിന്റെ തലക്കെട്ടൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. മായുന്ന കാലത്തിന്റെ ഗാംഭീര്യം. ഇംഗ്ലീഷിൽ ഇതിനെ നമ്മൾ ദ സൊലെംനിറ്റി ഓഫ് വാനിഷിംഗ് ടൈം എന്ന് പറയും. അതെ, സമയം വെറുതെ കടന്നുപോകുന്നു എന്ന് പറയുന്നതിന് പകരം അത് മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ഗാംഭീര്യം, അതായത് ഒരു സൊലെംനിറ്റി ഉണ്ടെന്ന് പറയുന്നതും എനിക്ക് പൂർണ്ണമായും മനസ്സിലാവുന്നില്ല. അത് സ്വാഭാവികമാണ്. എനിക്കിത് കേൾക്കുമ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നിക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. എല്ലാം ഇല്ലാതാകുന്നു എന്നൊരു തോന്നൽ. ഈ മാഞ്ഞുപോകൽ ശരിക്കും ഒരു ദുരന്തമാണോ? അതൊരു ദുരന്തമല്ല, മറിച്ച് ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ആ ഗാംഭീര്യമെന്ന വാക്കിന്റെ പ്രസക്തി വരുന്നത്. ഗാംഭീര്യമെന്ന് പറയുമ്പോൾ അത് വെറുമൊരു ഗൗരവമല്ല, വളരെ ആഴത്തിലുള്ള ബഹുമാനവും ആദരവും അർഹിക്കുന്ന ഒന്നാണ്. സമയം വെറുതെ അങ്ങോട്ട് ഇല്ലാതാവുകയല്ല. അപ്പൊ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഈ നിമിഷം ജീവിച്ചു തീർക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞുപോയി, അതൊരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. എന്തുകൊണ്ടാണതൊരു ദുരന്തമല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈ അസ്ഥിരതയാണ്, ഈ മാറ്റമാണ് ശരിക്കും ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ സമയമാണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്നിനും ഒരു വിലയും നൽകില്ലായിരുന്നു. ഒരു നിമിഷം, എനിക്കിവിടെ ഒന്ന് ഇടപെടേണ്ടതുണ്ട്. പറയൂ. നമ്മളെ സമയത്തെ ഇത്ര വലിയൊരു സംഭവമായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സമയമെന്നത് മനുഷ്യരുണ്ടാക്കിയ വെറുമൊരു സങ്കല്പം മാത്രമല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മളല്ലേ ഈ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ കണ്ടുപിടിച്ചത്? ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യർ ഒന്നടങ്കമങ്ങ് ഇല്ലാതായാൽ പിന്നെ എന്ത് സമയം? ഇല്ലാത്ത ഒന്നിന് എങ്ങനെയാണ് ഇത്രയും ഗാംഭീര്യമുണ്ടാവുക? അത് വളരെ മികച്ച ഒരു ചോദ്യമാണ്. നമ്മളിവിടെ പ്രധാനമായും 2 കാര്യങ്ങളെ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ഏതാണ് ആ 2 കാര്യങ്ങൾ? 1, മനുഷ്യൻ കണ്ടുപിടിച്ച ക്ലോക്കിലെ സമയവും. 2, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ കാലവും. നിങ്ങൾ പറഞ്ഞതുപോലെ സെക്കൻഡുകളും മണിക്കൂറുകളും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാണ്. അതൊരു അളവുകോൽ മാത്രമാണ്. അതെ അതെ. എന്നാൽ കാലം അല്ലെങ്കിൽ മാറ്റമെന്നത് മനുഷ്യനില്ലെങ്കിലും ഇവിടെയുണ്ടാകും. ഒരു ചെടി വളരുന്നതും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, എന്തിന് ഒരു ഇരുമ്പു കഷ്ണം തുരുമ്പെടുക്കുന്നതുമെല്ലാം കാലത്തിന്റെ പ്രയാണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. സയൻസില് നമ്മളിതിനെ എൻട്രോപ്പി എന്ന് വിളിക്കും. അതായത് കാര്യങ്ങൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതൊരിക്കലും തിരികെ പഴയ അവസ്ഥയിലേക്ക് പോകില്ല. ഇപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ അത് തനിയെ പഴയതുപോലെ ആകില്ലല്ലോ. ഇല്ല,
ഒരിക്കലുമില്ല. അതാണ് കാലത്തിന്റെ യഥാർത്ഥ ഗാംഭീര്യം. അത് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം. മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയാലും ഈ മാറ്റം, ഈ കാലത്തിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കും. ഓ, അത് വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ്. ക്ലോക്കിലെ സമയമല്ല, മറിച്ച് ആ മാറ്റത്തിന്റെ തിരിച്ചെടുക്കാനാവാത്ത സ്വഭാവമാണ് ഗാംഭീര്യം. അതെ. അങ്ങനെ നോക്കുമ്പോ നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. കാരണം അത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ല. തീർച്ചയായും. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മുടെ ഉറവിടത്തിലെ ആ ഒറ്റവരി നമ്മെ കൊണ്ടുപോകുന്നത്. കടന്നുപോകുന്ന കാലത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിതിലൊരു വലിയ വൈരുദ്ധ്യം തോന്നുന്നുണ്ട്. നമ്മൾ മനുഷ്യർ സാധാരണയായി സത്യം ചെയ്യുന്നത് എങ്ങനെയാണ്? കോടതിയിലായാലും ജീവിതത്തിലായാലും ഒരിക്കലും മാറാത്ത വളരെ സ്ഥിരതയുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ സത്യം ചെയ്യാറുള്ളത്. അതെ, അത് മനുഷ്യന്റെ ഒരു രീതിയാണ്. ചിലർ ഗ്രന്ഥങ്ങളെ മുൻനിർത്തി സത്യം ചെയ്യും, ചിലർ ഭൂമിയെയോ സൂര്യനെയോ ഒക്കെ സാക്ഷിയാക്കും. കാരണം അവയ്ക്കൊരു മാറ്റവുമില്ല എന്ന വിശ്വാസമാണ്. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായി, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, ഒരു നിമിഷം പോലും നിൽക്കാതെ മാഞ്ഞുപോകുന്ന ഒന്നിനെ മുൻനിർത്തിയാണ് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഏറ്റവും അസ്ഥിരമായ ഒന്നിനെ ഏറ്റവും വലിയ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കുന്നത്? ആ വൈരുദ്ധ്യത്തിലാണ് ഈ വാചകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യവും ഫിലോസഫിയും ഇരിക്കുന്നത്. വാവ്, അതെയോ? അതെ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഭൂമിയോ സൂര്യനോ പർവ്വതങ്ങളോ ഒന്നും എന്നേക്കും നിലനിൽക്കുന്നവയല്ല. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്ക് മാറ്റം സംഭവിക്കാം, പർവ്വതങ്ങൾ ഇല്ലാതാകാം. ശരിയാണ്. ഭൗതികമായ എന്തിനും നാശമുണ്ട്. അതെ, ഭൗതികമായ എന്തിനും നാശമുണ്ട്. എന്നാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഒരേയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ മാറ്റം തന്നെയാണ്, അഥവാ കാലത്തിന്റെ പ്രയാണമാണ്. അതുകൊണ്ടുതന്നെ കാലത്തെ മുൻനിർത്തി സത്യം ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നിനെയാണ് സാക്ഷിയായി ഉയർത്തിക്കാട്ടുന്നത്. സ്ഥിരതയുള്ള മാറ്റം, അതൊരു വലിയ ചിന്തയാണ്. അതെ. അതായത് കാലമല്ലാതെ മറ്റൊന്നും ഒരു യഥാർത്ഥ സാക്ഷിയാകാൻ യോഗ്യമല്ല എന്നാണോ? അതെ, കൃത്യമായി അതാണ് അർത്ഥമാക്കുന്നത്. ഇതിനെ ഇന്നത്തെ കാലത്തെ ഒരു സാങ്കേതിക വിദ്യയുമായി താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നിങ്ങൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ക്രിപ്റ്റോ കറൻസികൾക്കൊക്കെ പിന്നിലുള്ള ആ സാങ്കേതിക വിദ്യ. അതെ, കേട്ടിട്ടുണ്ട്. ഡാറ്റകൾ രേഖപ്പെടുത്തുന്ന, ഒരിക്കലും മാറ്റാൻ കഴിയാത്തൊരു ഡിജിറ്റൽ ലെഡ്ജർ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ബ്ലോക്ക് ചെയിനിൽ ഒരു കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ലോകത്ത് ആർക്കും കഴിയില്ല. എത്ര വലിയ ഹാക്കർ വിചാരിച്ചാലും എത്ര പണമുണ്ടായാലും അത് മാറ്റാൻ സാധിക്കില്ല. സത്യത്തിൽ സമയമെന്നത് പ്രപഞ്ചത്തിന്റെ ബ്ലോക്ക് ചെയിനാണ്. കടന്നുപോകുന്ന ഓരോ നിമിഷവും ഓരോ ബ്ലോക്കുകളാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, പറയുന്ന ഓരോ വാക്കും, എന്തിനും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ആ രഹസ്യ ചിന്തകൾ പോലും ഈ സമയമാവുന്ന ലെഡ്ജറിൽ പെർമനന്റായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അപ്പോൾ അത് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല? ഇല്ല. ആ നിമിഷം മാഞ്ഞു പോകുമ്പോൾ ആ ഡാറ്റ അവിടെ ലോക്കാവുകയാണ്. ഒരു സാക്ഷിയായി സമയത്തെ നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. സമയം ആരോടും പക്ഷപാതം കാണിക്കില്ല. സമയം കൈക്കൂലി വാങ്ങില്ല. സമയത്തെ ഭയപ്പെടുത്താനും കഴിയില്ല. രാജാവായാലും യാചകനായാലും സമയം രേഖപ്പെടുത്തുന്നത് സത്യം മാത്രമായിരിക്കും. വാവ്, പ്രപഞ്ചത്തിന്റെ ബ്ലോക്ക് ചെയിൻ, അതൊരു ഗംഭീര ഉപമയാണ്. ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി തോന്നുന്നുണ്ട്. കാരണം മനുഷ്യർക്ക് എപ്പോഴും അവരുടെ തെറ്റുകൾ മായ്ച്ചു കളയാനോ മാറ്റി എഴുതാനോ ഉള്ളൊരു പ്രവണതയുണ്ടല്ലോ. അതെ, നമ്മളെപ്പോഴും അങ്ങനെ ശ്രമിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് കള്ളം പറയും, ചിലപ്പോൾ നമ്മളോട് തന്നെ കള്ളം പറയും. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സമയമാകുന്ന ലെഡ്ജറിൽ നമ്മൾ ചെയ്യുന്നതൊന്നും മാഞ്ഞു പോകുന്നില്ല. അതവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. അതെ. അപ്പൊ ഈ കടന്നുപോകുന്ന കാലത്തെ മുൻനിർത്തി സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിട്ടുവീഴ്ചയില്ലാത്ത, ഒരിക്കലും കള്ളം പറയാത്ത ഒരു സിസ്റ്റത്തെയാണ് സാക്ഷിയാക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ടാണ് അതൊരു വലിയ സാക്ഷ്യമാകുന്നത്. നമ്മൾ മനുഷ്യരുടെ കോടതിയിൽ സാക്ഷികളെ നിർത്താറുണ്ടല്ലോ. സാക്ഷികൾക്ക് ഓർമ്മപ്പിശക് സംഭവിക്കാം, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കാലമെന്ന സാക്ഷി അങ്ങനെയല്ല. അത് നിശബ്ദമായി എല്ലാം കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ശരിയാണ്. ഈയൊരു ചിന്ത മനുഷ്യന്റെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ടൈംലൈനിൽ എവിടെയോ കൃത്യമായി പതിഞ്ഞു കിടപ്പുണ്ട് എന്ന ആ തിരിച്ചറിവ് നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്.
അത് വളരെ ശരിയാണ്. ആരും കാണുന്നില്ല എന്ന ചിന്തയിലാണല്ലോ മനുഷ്യർ പലപ്പോഴും ഏറ്റവും മോശമായി പെരുമാറുന്നത്. അതെ. പക്ഷേ ആരും കണ്ടില്ലെങ്കിലും സമയം അത് കണ്ടിട്ടുണ്ട് എന്നത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി നമുക്ക് ഈ വാചകത്തിലെ മറ്റൊരു പ്രധാന ഭാഗത്തേക്ക് വരാം. പറയാം. നമ്മളീ പറഞ്ഞ സൂറ അൽ അസർ 1-ാം വരിയിൽ പറയുന്ന അക്കാലത്തിന്റെ പ്രയാണം അഥവാ കടന്നുപോകൽ, പാസേജ് ഓഫ് ടൈം, വെറുതെ കാലത്തെ മുൻനിർത്തി സത്യം ചെയ്യുന്നു എന്ന് പറയാമായിരുന്നല്ലോ. എന്തിനാണ് കടന്നുപോകുന്ന കാലം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്? ഈ കടന്നുപോകൽ എന്ന വാക്കിൽ എന്നാണിത്ര പ്രത്യേകത? കാലമെന്ന് മാത്രം പറയുമ്പോൾ അതൊരു നിശ്ചലമായ അവസ്ഥയെ സൂചിപ്പിച്ചേക്കാം. അതൊരു വെറും കൺസെപ്റ്റ് മാത്രമായി മാറാം. എന്നാൽ കടന്നുപോകുന്ന കാലമെന്ന് പറയുമ്പോൾ അതിലൊരു നിരന്തരമായ ചലനമുണ്ട്. ആ ചലനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും, നമ്മൾ സന്തോഷവാന്മാരാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ഈ പ്രയാണം ഒരു സെക്കൻഡ് പോലും നിർത്തിവെക്കാൻ കഴിയില്ല. ഒരു സിനിമ പോസ് ചെയ്യുന്നത് പോലെ നമുക്ക് ജീവിതത്തെ പോസ് ചെയ്യാൻ കഴിയില്ല. ആ കടന്നുപോകൽ എന്നത് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ഒന്നാണ്. അതെ. ഇപ്പോ ഈ സംഭാഷണം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപക്ഷെ ജോലിസ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടുജോലികൾക്കിടയിലോ അതുമല്ലെങ്കിൽ ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴോ ആകാം ഇത് കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തിരികെ കിട്ടാത്ത ഒരു 15 മിനിറ്റാണ് നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരിയാണ്. എന്തിനാണ് നിങ്ങൾ ഈ സമയം ഇതിനായി മാറ്റിവെച്ചത്? കാരണം നിങ്ങൾക്കറിയാം ഈ കടന്നുപോകുന്ന സമയം വെറുതെ കളയാനുള്ളതല്ല എന്ന്. നമ്മളെല്ലാവരും എപ്പോഴും സമയം ലാഭിക്കാൻ ശ്രമിക്കുന്നവരാണല്ലേ? അതെ, എല്ലാവരും ആ ഓട്ടത്തിലാണ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, വീഡിയോകൾ വേഗത്തിൽ കാണുന്നു, എളുപ്പവഴികൾ തേടുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സമയത്തെ നിയന്ത്രിക്കുകയാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ലാന്നതാണ് സത്യം. നമ്മൾ സമയത്തെ ലാഭിക്കുന്നു എന്നൊരു മിഥ്യാബോധത്തിൽ ജീവിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ സമയത്തെ ചിലവാക്കുകയല്ല, സമയം നമ്മളെ ചിലവാക്കുകയാണ്. ഇതൊരു വലിയ പാരഡോക്സ് ആണ്. നിങ്ങൾക്ക് പണം ലാഭിക്കാം, അത് ബാങ്കിൽ നിക്ഷേപിക്കാം, ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. അതെ. എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. നിങ്ങൾ ലാഭിച്ചു എന്ന് കരുതുന്ന സമയം സത്യത്തിൽ കടന്നുപോയി കഴിഞ്ഞു. ഓ, അതൊരു വലിയ തിരിച്ചറിവാണ്. ഈ കടന്നുപോകൽ എന്ന വാക്ക് അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ആ 15 മിനിറ്റ് ലാഭിച്ചാലും ഇല്ലെങ്കിലും ആ സമയം കടന്നുപോകും. അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം നിങ്ങൾ എത്ര സമയം ലാഭിച്ചു എന്നതല്ല, മറിച്ച് കടന്നുപോയ ആ സമയത്ത് നിങ്ങൾ എന്തു ചെയ്തു എന്നതാണ്. ഈ സംഭാഷണം കേൾക്കുന്ന വ്യക്തി തങ്ങളുടെ വിലപ്പെട്ട സമയം നൽകിയത് ഒരു പുതിയ അറിവ് നേടാനാണ്, പുതിയൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താനാണ്. അത് സമയത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ ഉപയോഗമാണ്. അതായത് സമയത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഓരോ നിമിഷത്തിനും വിലയിടാൻ തുടങ്ങുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. നമ്മൾ മനുഷ്യർക്ക് ഡെഡ്ലൈനുകൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. നാളെ എക്സാം ഉണ്ടെങ്കിലേ നമ്മൾ ഇന്ന് പഠിക്കൂ. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനൊരു തീയതി ഉണ്ടെങ്കിലേ നമ്മളത് പൂർത്തിയാക്കൂ. അതെ അതെ. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഈ കടന്നുപോകുന്ന സമയം തന്നെയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഈ സമയം അവസാനിക്കുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ നെട്ടോട്ടം ഓടുന്നത്. കൃത്യമായി പറഞ്ഞു. മരണമെന്ന അവസാന ഡെഡ്ലൈൻ ഉള്ളതുകൊണ്ടാണ് ജീവിതത്തിന് ഇത്രയും വിലയുണ്ടാകുന്നത്. അമരത്വമുള്ളൊരു മനുഷ്യനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അയാൾക്ക് ഒന്നിനും ഒരു തിടുക്കവും ഉണ്ടാകില്ല. എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും. കാരണം അയാൾക്ക് സമയമൊരു പ്രശ്നമല്ല. എന്നാൽ നമുക്കങ്ങനെയല്ല. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നിധി ഈ സമയമാണ്. ശരിയാണ്. ആ ഉറവിടത്തിൽ പറയുന്ന മായുന്ന കാലത്തിന്റെ ഗാംഭീര്യം ഇതാണ്. നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചു തീർക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മരണത്തിലേക്കൊരു ചുവടുകൂടി അടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഉണർത്താനാണ് ഈ വാചകം ശ്രമിക്കുന്നത്. സമയം കടന്നുപോകുന്നു എന്നത് നിങ്ങളുടെ പരാജയമല്ല, അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. എന്നാൽ ആ സമയം കടന്നുപോകുമ്പോൾ നിങ്ങൾ നിഷ്ക്രിയനായി ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. ഇത് ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ പലപ്പോഴും എനിക്ക് സമയമില്ല എന്ന് പരാതി പറയാറില്ലേ? അതെ, എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും ഏറ്റവും പാവപ്പെട്ടവനും ഒരു ദിവസം ലഭിക്കുന്നത് അതേ 24 മണിക്കൂർ തന്നെയാണ്. സമയത്തിനാരോടും യാതൊരു വിവേചനവുമില്ല. അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്നു. എല്ലാവരിൽ നിന്നും തുല്യ വേഗതയിൽ അത് മാഞ്ഞു പോകുകയും ചെയ്യുന്നു. നമ്മൾ ഈ ചർച്ച തുടങ്ങിയതു മുതൽ ഇതുവരെയുള്ള മിനിറ്റുകൾ ഇതിനകം തന്നെ ഭൂതകാലമായി മാറിക്കഴിഞ്ഞു.
ആ ബ്ലോക്ക് ചെയിനിൽ അത് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അതെ, നമ്മൾ സമയത്തെ കീഴടക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. അത് അസാധ്യമാണ്. സമയവുമായി ഒരു യുദ്ധത്തിന് നിന്നാൽ നമ്മൾ തോൽക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് സമയത്തിനൊപ്പം അർത്ഥവത്തായി സഞ്ചരിക്കുക എന്നതാണ്. ഈ 14 വാക്കുകൾ നമ്മോട് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. നീ എന്ത് ചെയ്താലും, നീ എവിടെ ഒളിച്ചാലും, ഈ കടന്നുപോകുന്ന സമയം എല്ലാം കണ്ടുകൊണ്ട്, എല്ലാം നിന്റെ പേരിലായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും. അതിന് ആരോടും വിദ്വേഷമില്ല, ആരോടും പ്രത്യേക താൽപ്പര്യവുമില്ല. അതൊരു ശുദ്ധമായ കണ്ണാടി പോലെയാണ്. ശരിക്കും നമ്മളെല്ലാവരെയും ചിന്തയിൽ ആഴ്ത്തുന്ന വാക്കുകൾ. കേവലം കുറച്ചു വാക്കുകൾക്കുള്ളിൽ മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ അർത്ഥവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ ഇന്ന് ഈ വിശകലനത്തിലൂടെ കണ്ടത്. അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, മായുന്ന കാലത്തിന്റെ ഗാംഭീര്യം എന്നത് സമയം പിടിച്ചു നിർത്താനാവാത്ത ഒന്നാണ് എന്ന ദുഃഖസത്യമല്ല, മറിച്ച് ആ അസ്ഥിരതയാണ് ജീവിതത്തിനു മൂല്യം നൽകുന്നത് എന്ന തിരിച്ചറിവാണ്. ശരിയാണ്. അതുപോലെ കടന്നുപോകുന്ന കാലത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഓരോ രഹസ്യങ്ങൾക്കും പ്രവൃത്തികൾക്കും ഏറ്റവും വലിയ സാക്ഷിയായി, ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ ലെഡ്ജറായി സമയത്തെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സംസാരിച്ച ഈ മിനിറ്റുകൾ ഇപ്പോൾ മാഞ്ഞുപോയി കഴിഞ്ഞു. പക്ഷെ അതിനു മുൻപായി നിങ്ങളുടെ മനസ്സിലേക്കൊരു ചോദ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ പറഞ്ഞു കാലത്തിന്റെ കടന്നുപോകൽ എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ സാക്ഷിയാണെന്ന്. അത് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും രേഖപ്പെടുത്തുന്നുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ദിവസം കടന്നുപോകുമ്പോൾ ആ സമയം നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടാവുക? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വീണ്ടും കാണാം.